സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോക മഹായുദ്ധങ്ങളെക്കുറിച്ചും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. 1996 അവർ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഇന്നും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ലോകത്തിനു മുന്നിൽ ചർച്ചാ വിഷയമാണ്. കഴിഞ്ഞ ദിവസം മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതുമായി ബന്ധപ്പെട്ട പ്രവചനവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മുൻ US പ്രസിഡന്റിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നു എന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ചാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത്. ഇതോടൊപ്പം ലോകാവസാനത്തെക്കുറിച്ചുള്ള ബാബ വാങ്കയുടെ പ്രവചനവും ശ്രദ്ധ നേടുന്നു. 2025 വലിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് അവർ പ്രവചിച്ചിരുന്നു എന്ന വാദമാണ് ഉയരുന്നത്. ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ മാനവരാശിയുടെ വിനാശത്തിന് തന്നെ ഇത് കാരണമാകും. യൂറോപ്പിൽ സംഭവിക്കുന്ന വലിയ സംഘർഷം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസമൂഹത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും വാങ്ക പ്രവചിക്കുന്നു. 2025 ലോകത്തിന്റെ അവസാനം ആരംഭിക്കുമെന്നാണ് വാങ്ക പറയുന്നത്. എന്നാൽ പൂർണ്ണമായും ഇല്ലാതാവുക 5079 പ്രവചിക്കുന്നു. ആ വർഷം ഭൂമിയും മനുഷ്യരുമെല്ലാം ഇല്ലാതാകും. അതിലേക്കുള്ള തുടക്കമാകും 2025 സംഭവിക്കുകയെന്നും അവർ പറയുന്നു. ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധങ്ങൾ പലതും വ്യാപിക്കും. അതുപോലെ സംഘർഷങ്ങൾ പലതും വലുതാകും. അത് യൂറോപ്പിനെയും മറ്റു ഭാഗങ്ങളെയും ബാധിക്കും. ഓരോ വർഷം കഴിയും തോറും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നും 5079 പൂർണ്ണമായി നാശത്തിലേക്ക് എത്തുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നു. എന്നാൽ ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും നടന്നിട്ടില്ലെന്ന് അവരെ വിമർശിക്കുന്നവർ പറയുന്നു. 2016 യൂറോപ്പ് അവസാനിക്കുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചതാണ്. അതുപോലെ 2010 2014 ഇടയിൽ ആണവ യുദ്ധം നടക്കുമെന്നും പ്രവചനമുണ്ടായിരുന്നു. അതും സംഭവിച്ചിട്ടില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും 2024 സാക്ഷ്യം വഹിക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ആഗോള താപതരംഗങ്ങളുടെ ആവൃത്തി 67% വർദ്ധിച്ചതായി സയൻസ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ഈ താപതരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില 40 വർഷം മുൻപ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുണ്ട്. 1979 മുതൽ 1983 വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപതരംഗങ്ങളുടെ ശരാശരി ദൈർഘ്യം 8 ദിവസമായിരുന്നുവെങ്കിൽ 2016 മുതൽ 2020 വരെ ഇത് 12 ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. 2024 ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. യൂറോപ്യൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്നും മുൻകൂട്ടി അറിയിപ്പ് നൽകിയ വാങ്ക വലിയൊരു ലോകരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട്.